കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് വിമുക്തമാകാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന രണ്ട് കക്ഷികളുടെ കുമ്പസാരം കുറെ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ സംഭവിച്ചു, ഒരുപാട് പ്രവർത്തനത്തിൽ വൈകല്യങ്ങൾ ഉണ്ടായി, ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നൊക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ CPM-ന്റെയും CPI-യുടെയും നേതാക്കൾ ഇപ്പോൾ വാദോരാതെ ന്യായീകരണവുമായി രംഗത്ത് വട്ടം കറങ്ങുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നതെല്ലാം മുഖ്യമന്ത്രി പറയുന്നത്. അവർക്ക് രണ്ടും കാരണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറല്ല. എന്നാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയാതെ പറയുകയാണ് പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ. അണികളുടെ ഇടയിലും കടുത്ത അമർഷമുണ്ട്, കടുത്ത മാനസികമായ സംഘർഷവുമുണ്ട്. കാരണം അവർക്ക് മുഖത്ത് നോക്കാൻ കഴിയാതെ വണ്ണം ഏറ്റ ഒരു വലിയ തിരിച്ചടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വൻപിച്ച പരാജയം. രണ്ടാം ഊഴം സർക്കാർ ഏറ്റപ്പോൾ പിണറായി വിജയൻ വിചാരിച്ചു ഇതിനപ്പുറം ഒരു ജനപിന്തുണ ഇനിയും ലഭിക്കാനില്ല എന്ന്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സകല കണക്കുകൂട്ടലുകളും തകർന്ന് തരിപ്പണമായി. അങ്ങനെ അതിന്റെ ആഘാതത്തിൽ നിൽക്കുമ്പോഴാണ് ഇതാ ഇപ്പോൾ പുതിയ 2-3 പ്രതിസന്ധികൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലുണ്ടായ ഒരു കടുത്ത പ്രതിസന്ധി ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന് കരുതിയത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലായിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗവും അതുപോലെ CPI-യും ഒരു സീറ്റിന് വേണ്ടി വളരെ വാശിയോടുകൂടെ നിന്നപ്പോൾ ആക്ഷരികമായി അവരുടെ വാശിയുടെ മുൻപിൽ ഈ വീരശൂര പരാക്രമികളായിട്ടുള്ള CPM മുട്ടുമടക്കേണ്ടി വന്നു, മുട്ടിൽ ഇഴയേണ്ടി വന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും CPM തങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്ത ചരിത്രമില്ല. CPM-ഉം CPI-യും എടുക്കേണ്ടതായിട്ടുള്ള 2 രാജ്യസഭാ ഒഴിവുകൾ അവസാന നിമിഷം വരെ CPM എടുക്കും. രണ്ടാമത്തെ സീറ്റ് CPI-ക്കാണോ കേരള കോൺഗ്രസ് മാണിക്കാണോ എന്നതിനെ സംബന്ധിച്ചാണ് വിവാദം ഉണ്ടായിരുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിന്റെ തലേ ദിവസം പോലും CPM ആ സീറ്റ് വിട്ടുകൊടുക്കുമെന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയും പൊതുസമൂഹവും കരുതിയില്ല. എന്നാൽ മാണി വിഭാഗം സമ്മർദ്ദം കടുപ്പിച്ചപ്പോൾ അവർക്ക് മാണി വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന്റെ മുൻപിൽ CPM-ന് മുട്ടിൽ ഇഴയേണ്ടതായി വന്നു. CPM-ന്റെ സീറ്റ് മാണി വിഭാഗത്തിന് കൊടുത്ത് CPM-നെയും CPI-യെയും സമാശ്വസിപ്പിച്ച ഒരു ദയനീയ ചിത്രമാണ് ഏറ്റവും ഒടുവിൽ തെളിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഉരുണ്ടുവരുന്നതായ പ്രതിസന്ധി RJD-യിൽ നിന്നും JDS-ൽ നിന്നും NCP-യിൽ നിന്നുമാണ്. ഈ 3 കക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ് എന്നാണ് കരുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ RJD വെച്ചിരിക്കുന്നതായിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യമെന്ന് പറയുന്നത് അടിയന്തരമായി അവർക്ക് മന്ത്രിസഭയിൽ സ്ഥാനം വേണം. അവർ പറയുന്ന ഒരു ന്യായീകരണം, ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശ്രീ K രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് മന്ത്രിസഭയിൽ ഒരു ഒഴിവുണ്ടാവുകയാണ്. 21 അംഗ മന്ത്രിസഭയിൽ ഒരു ഒഴിവുണ്ടായിരിക്കുന്നു. ശ്രീ K രാധാകൃഷ്ണൻ രാജിവെച്ച് പാർലമെന്റിലേക്ക് പോവുകയാണ്. ആ ഒഴിവിൽ തങ്ങളുടെ ഒരു MLA ആയ ശ്രീ KP മോഹനെ മന്ത്രിയാക്കണമെന്ന ആവശ്യമായി RJD-യുടെ നേതാവ് ശ്രീ MV ശ്രേയാംസ് കുമാർ ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു. ശ്രീ ശ്രേയാംസ് കുമാർ അല്പ ദിവസങ്ങൾക്ക് മുൻപ് തങ്ങൾക്കും രാജ്യസഭാ സീറ്റ് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയും ആ നേതൃത്വവും ഒരുമിച്ച് മുന്നോട്ട് വന്നിരുന്നു. പറഞ്ഞു ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയെങ്കിലേ മതിയാവുകയുള്ളൂ എന്ന്. അവിടെയും പ്രതിസന്ധി അന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതൊക്കെ ഒരു തരത്തിൽ സൂത്രത്തിൽ തന്ത്രപരമായി അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് മാണി വിഭാഗത്തിന് ആ സീറ്റ് കൊടുത്ത് ആ പ്രശ്നം പരിഹരിച്ചത്. അപ്പോൾ ഇതാ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രതിസന്ധി. അവർ ആവശ്യപ്പെടുകയാണ് MLA-മാരിൽ ഒറ്റ MLA-മാരുള്ള പാർട്ടികൾക്കെല്ലാം മന്ത്രിസഭയിൽ സ്ഥാനമുണ്ട്. ഉദാഹരണം ശ്രീ KB ഗണേഷ് കുമാർ
ഗതാഗത മന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KP മോഹനൻ എന്ന് പറയുന്ന MLA ഉള്ള കക്ഷിയായ RJDക്ക് തീർച്ചയായും മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന വാദവുമായിട്ടാണ് ME ശ്രേയാം സാറും ആ പാർട്ടിയും മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും CPM-ന് അത് ഇപ്പോൾ അതേപടി നിരസിക്കാൻ കഴിയാത്തതായ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് വളരെ പരമപ്രധാനം. അതിനോടൊപ്പമാണ് മറ്റൊരു പ്രതിസന്ധി ഉരുത്തിരിഞ്ഞു വരുന്നത് കേരളത്തിലെ JDS-ന്റെ അവസ്ഥ. കേരളത്തിലെ JDS ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു കക്ഷിയാണ്. അവർക്ക് 2 MLA-മാരുണ്ട്. അതിലൊരു MLA ആയ ശ്രീ K കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയാണ്. എന്നാൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി കുറച്ച് നാളുകളായി ഉണ്ടായത് മൗനം പാലിച്ച് രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അംഗീകൃത പാർട്ടിയായ ദേവഗൌഡ നേതൃത്വം കൊടുക്കുന്ന JDS-ന്റെ അംഗങ്ങളായിട്ടാണ് കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചതും MLA-മാരായതും മന്ത്രിയായതും. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ദേവഗൌഡ നേതൃത്വം കൊടുക്കുന്ന JDS കേന്ദ്രത്തിൽ BJP-യുടെ ഭാഗമാണ്, NDA മുന്നണിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ തമാശ എന്ന് പറയുന്നത് ഡൽഹിയിൽ JDS BJP-യോടൊപ്പമാണ്, കേരളത്തിലെ JDS വിഭാഗം BJP വിരുദ്ധ ചേരിയിലുമാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക? ഇവിടുത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ശ്രീ മാത്യു T തോമസിനും K കൃഷ്ണൻകുട്ടിക്കും ഇവിടുത്തെ ജനതാദൾ MLA-മാരായിരിക്കുന്നവർ ദേവഗൌഡയുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ലെങ്കിൽ സാങ്കേതികമായി അവരുടെ MLA സ്ഥാനം നഷ്ടപ്പെടും. കാരണം അവരുടെ ചിഹ്നത്തിൽ, പാർട്ടിയുടെ ദേശീയ ചിഹ്നത്തിൽ മത്സരിച്ചവർ അതിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഈ പറയുന്ന നിയമമനുസരിച്ച്, വർത്തമാനകാലത്തിൽ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് അവർക്ക് നിയമസഭാ അംഗത്വം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ CPM അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു പരോക്ഷമായി. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന കേന്ദ്ര നേതൃത്വം BJP-യോടുള്ള ചങ്ങാത്തം തുടരാൻ സാധ്യമല്ല. ഇത് രണ്ടും കൂടെ സാധ്യമല്ല എന്നവർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ JDS-നെ സംബന്ധിച്ച് ദേശീയ നേതൃത്വം BJP-യോടൊപ്പം നിൽക്കുമ്പോൾ കേരള നേതൃത്വത്തിന് BJP വിരുദ്ധ മുന്നണിയിൽ സാങ്കേതികമായും നിയമപരമായും നിൽക്കാൻ പറ്റില്ല. കൂറുമാറ്റ നിയമത്തിന്റെ ശിക്ഷയിൽ ഇവർ പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ശ്രീമാൻ മാത്യു T തോമസ് MLA-യും ശ്രീ K കൃഷ്ണൻകുട്ടി MLA-യും കൂടെ ചേർന്ന് പുതിയ ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എത്ര കണ്ടത് വിജയിക്കുമെന്ന് നമ്മൾ കണ്ടറിഞ്ഞേ മതിയാവുകയുള്ളൂ. എങ്ങനെയാണ് അവർക്കൊരു പുതിയ കക്ഷി ഉണ്ടാക്കിക്കൊണ്ട് ഇത്രയും അപമാനിതരായി ഈ പറയുന്ന അധികാര കസേരയ്ക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കാൻ സാധിക്കുക? ആ പാർട്ടിക്ക് ആര് അംഗീകാരം കൊടുക്കും? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമില്ല. പ്രാദേശിക പാർട്ടിയാണോ ദേശീയ കക്ഷിയാണോ എന്ന് അവർ വ്യക്തമാക്കണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇവരൊരു അധികപ്പറ്റായി നിൽക്കും. സാങ്കേതികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകും, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവർക്ക് നിയമസഭ അംഗത്വം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതോടുകൂടി MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. കടുത്ത പ്രതിസന്ധിയാണ്. CPM നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ്. LDF നേരിടുന്ന പ്രതിസന്ധിയാണ്. കൂട്ടത്തിൽ പറയാതെ പോകാൻ പറ്റില്ല. മൂന്നാമത്തെ പ്രതിസന്ധി NCP വിഭാഗം ഉയർത്തുന്നതാണ്. അത് കുറെ നാളുകളായി ഉണ്ട്, രഹസ്യമായും പരസ്യമായും. അവർക്ക് 2 MLA-മാരുണ്ട്. ഇപ്പോൾ ഒരു മന്ത്രിയായിരിക്കുന്ന AK ശശീന്ദ്രനും കുട്ടനാട് MLA ആയ തോമസ് കെ തോമസ് കുറെ കാലമായി തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പപ്പാതി മന്ത്രിസ്ഥാനമെങ്കിലും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം. ഇനി പാതി കിട്ടത്തില്ല. ഇനി 2 കൊല്ലമേ ഉള്ളൂ കഷ്ടിച്ച്. 2.5 കൊല്ലം കിട്ടേണ്ട സമയം മുതൽ അദ്ദേഹം തുടങ്ങിയതാണ് AK ശശീന്ദ്രനെ മാറ്റി തനിക്ക് മന്ത്രിസ്ഥാനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഏടാകൂടം ആ പാർട്ടിക്ക് സംഭവിച്ചത്. NCP നെടുകെ 2ആയി ദേശീയ തലത്തിൽ പിളർന്നു. മഹാരാഷ്ട്രയിൽ ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന ഒരു NCP വിഭാഗവും ശ്രീ അജിത് പവാർ നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു NCP വിഭാഗവും. ശ്രീ അജിത് പവാർ നേതൃത്വം കൊടുക്കുന്ന NCP ആണ് ഇപ്പോൾ ഔദ്യോഗിക NCP ആയി അറിയപ്പെടുന്നതും അവർക്കാണ് മഹാരാഷ്ട്രയിലെ മന്ത്രിസഭയിൽ സ്ഥാനവും.
അപ്പോൾ ശരത് പവാറിനോടൊപ്പമാണോ ഇവിടെ നിൽക്കുന്ന ഇവിടുത്തെ NCPയുടെ അധ്യക്ഷൻ ശ്രീമാൻ PC ചാക്കോയാണ്. PC ചാക്കോ ആരോടൊപ്പമാണ് അല്ലെങ്കിൽ NCP ആരോടൊപ്പമാണ് നിൽക്കുന്നത്? NCPയുടെ മന്ത്രി AK ശശീന്ദ്രൻ ആരോടൊപ്പമാണ്? ശരത് പവാറിനോടൊപ്പം നിന്നവരാണ്. അപ്പോൾ ശരത് പവാറും അതുപോലെ തന്നെ അജിത് പവാറും തമ്മിൽ പിരിഞ്ഞപ്പോൾ ഇവർ ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അവിടെയും കടുത്ത പ്രതിസന്ധിയാണ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് പോകാൻ മന്ത്രിയായി കഴിഞ്ഞാൽ ഈ ഭൂമി മലയാളത്തിൽ ആർക്കും താല്പര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇറുകി പിടിച്ചിരിക്കുകയാണ് മന്ത്രി കസേരയിൽ. അവിടെ ആദർശവുമില്ല, ധാർമ്മിക മൂല്യങ്ങളില്ല, ധാർമ്മികതയില്ല, രാഷ്ട്രീയ സദാചാരമില്ല. എന്തായാലും വേണ്ടില്ല, അധികാര കസേരയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ പ്രയാസമാണ്. ആ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ശ്രീ K കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന വൈദ്യുതി മന്ത്രിയും ശ്രീ AK ശശീന്ദ്രൻ എന്ന് പറയുന്നതായ ഈ വനം മന്ത്രിയും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന മന്ത്രിസ്ഥാനവും. അപ്പോൾ ഇവിടെ 3 പ്രതിസന്ധികളെ ഇതാ ഇപ്പോൾ CPM പ്രത്യേകിച്ച് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്, നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസഭയുടെ ഉടച്ചു വാർക്കൽ അതീവ ഗുരുതര പ്രശ്നങ്ങൾ പാർട്ടിയിൽ CPM-ൽ ഉണ്ടാക്കും. മന്ത്രിസഭ ഉടച്ചു വാർക്കുന്നു എന്നൊക്കെയുള്ള ചില വാർത്തകൾ മാധ്യമങ്ങൾ പരത്തിയിരുന്നു. അത് തൊട്ടാൽ ഇതിനേക്കാൾ കൂടുതൽ പൊള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ K രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് ഒരു മന്ത്രിയെ കണ്ടെത്താനുള്ള യജ്ഞം ആരംഭിക്കുമ്പോൾ ഈ പറയുന്ന 3 കക്ഷികൾ സടകുടഞ്ഞെഴുന്നേറ്റ് രംഗത്ത് വരികയാണ്. RJDക്ക് മന്ത്രിസ്ഥാനം വേണം, അതുപോലെ തന്നെ JDS ഇതുപോലെ നിന്നുകൊണ്ട് മന്ത്രിസ്ഥാനം നിലനിർത്താൻ അനുവദിക്കണം, അതോടൊപ്പം തന്നെ NCPയിൽ മന്ത്രിസ്ഥാനം മാറ്റിക്കൊടുക്കണമോ തുടങ്ങിയതായ കാര്യങ്ങൾ. ഏതായാലും ഒരു പുതിയ ഏടാകൂടത്തിലേക്കാണ് ഇപ്പോൾ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചെന്നുപെട്ടിരിക്കുന്നത്. അല്പം ഒന്ന് ആശ്വസിക്കാം, തെരഞ്ഞെടുപ്പ് പരാജയമേറ്റു, പരാജയമല്ല വിജയമാണെന്ന് CPM നേതാക്കൾ അവിടെയായി തമാശ അല്ലെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഞങ്ങൾ വരും, ഞങ്ങൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വരും, 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3-ാം ഊഴം മന്ത്രിസഭ ഉണ്ടാക്കുമെന്നൊക്കെ ചില ഗീർവാണങ്ങൾ ഇപ്പോൾ നേതാക്കന്മാർ തലയിൽ മുണ്ടിട്ടാണെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതൊക്കെ കണ്ടറിയണം. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയം, കേരളം അതൊക്കെ ഉറ്റുനോക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം കൊണ്ട് തകർന്നടിഞ്ഞ തരിപ്പണമായി മുഖം നഷ്ടപ്പെട്ട വികൃതമായ മുഖവുമായി ഈ പിണറായി സർക്കാരിന് ഇനി എത്ര ദിവസം പിടിച്ചു നിൽക്കാനാകുമെന്ന് കണ്ടറിയണം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ യാതൊരു വകയുമില്ല. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് ഉച്ചക്കഞ്ഞിയുടെ പൈസ പോലും വേറെ ആവശ്യത്തിനെടുത്ത് മാറ്റുകയാണ്. ഇതാ കുവൈറ്റ്, അതീവ ദുഃഖകരമായ കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ യാതൊരു ഉളുപ്പമില്ലാതെ 3 കോടി രൂപ ചെലവഴിച്ച് ലോക കേരള സഭ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലജ്ജയില്ലേ അവർക്ക്? ആ 3 കോടി രൂപയുടെ പാവപ്പെട്ട മരിച്ചുപോയ ആളുകളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള സാമാന്യ മര്യാദയല്ലേ ഈ സർക്കാർ കാണിക്കേണ്ടത്? ഇവിടെ മാസ്കറ്റ് ഹോട്ടലിലും 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണവും കഴിച്ച് ഉണ്ടുറങ്ങി ഇവിടെ ചർച്ച നടക്കുകയാണ്. ഘോരം ആരെ നന്നാക്കാനാണ് ഈ ചർച്ച? 3 കോടി രൂപ ഇപ്പോൾ ചെലവഴിക്കാനായി ബജറ്റ് ചെയ്തിരിക്കുകയാണ്. 3 ദിവസം നടക്കേണ്ട ലോക കേരള സഭ ഇന്നലെ ഉദ്ഘാടന സമ്മേളനം വെട്ടിക്കുറച്ചു. ഇന്ന് രാവിലെ അത് നടക്കേണ്ടിയിരുന്നത് ഉച്ചയ്ക്ക് ശേഷത്തേക്കാക്കി. ഇന്നും നാളെയും കൊണ്ട് ലോക കേരള സഭ നടക്കാൻ പോകണം. 2 ദിവസം കൊണ്ട് ലോക കേരള സഭ നടത്താൻ 3 കോടി രൂപ പാവപ്പെട്ട നികുതിദായകന്റെ പണം വിനിയോഗിക്കുക എന്ന് പറയുന്നത് അധാർമികമാണ്, ക്രൂരമാണ്, നീചമാണ്, ഹീനമാണ്. ഒരിക്കൽ പോലും ഇവർക്ക് ഇത് ചെയ്യാൻ പാടില്ല. അടിയന്തരമായി ലോക കേരള സഭ പിരിച്ചുവിട്ടുകൊണ്ട് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന 3 കോടി രൂപ ജീവൻ നഷ്ടപ്പെട്ടതായ ഈ കുവൈറ്റിലെ നമ്മുടെ സഹോദരന്മാരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസധനമായി കൊടുക്കണമെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ തിരിച്ചടിയേക്കാൾ 4 മടങ്ങ് ശക്തിയിൽ തിരിച്ചടികൾ ആവർത്തിച്ച് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത്.